സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ അഡ്വക്കേറ്റ് ജനറലിനെയും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും നിയമിക്കുന്നു. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഗവർണറുടെ പേരിലാണ്. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിർവഹണ അധികാരം ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് PSC ചെയർമാനെയും മെമ്പർമാരെയും നിയമിക്കുന്നു. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ഗവർണർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നു. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നു. സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്. നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരമുണ്ട്. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഒപ്പിടുന്നതോടെയാണ് നിയമമാവുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ആവശ്യമുള്ള പക്ഷം രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുവാൻ വിവേചനാധികാരമുണ്ട്. നിയമസഭ വിളിച്ചു ചേർക്കുവാനും പിരിച്ചുവിടുവാനും അധികാരമുണ്ട്. മന്ത്രിസഭ പിരിച്ചുവിടുവാൻ അധികാരമുള്ളയാൾ മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നു. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നു. ടേബിൾ ഓഫ് പ്രസിഡൻസ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവിയുള്ളത് ഗവർണർക്കാണ്. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. ഇന്ത്യയിലെ പദവികളുടെ മുൻഗണനാ ക്രമത്തിൽ 4-ാം സ്ഥാനം. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നു. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് റഫറൻസ് തേടിയ ശേഷം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാൻ അധികാരപ്പെട്ടിരിക്കുന്നു.